അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം പോളയത്തോട്ടിലുള്ള യൂസ്ഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് നമ്മുടെ കൊല്ലത്തെ യൂസ്ഡ് ഓപ്പൺ ആവുന്നത്. അപ്പം അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ പ്രത്യേകത എന്നുള്ളത്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം നടക്കുന്നത്, അതായത് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് അല്ലേ, ഏറ്റവും ആദ്യമായിട്ടാണ് നടക്കുന്നത്. വേറൊന്നുമല്ല ഗൈസ്, നമ്മൾ തന്നെയാണ് ഈ ഒരു സ്റ്റോർ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ്. അപ്പം നമ്മൾ ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഫുൾ ഇതാണ്. കുഴപ്പമില്ല, വന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. Thank you. Thanks. ശരി, എടുത്തു. താങ്ക് യു. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. അങ്ങനെ ഇവിടുത്തെ ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു, മധുരമൊക്കെ കിട്ടി, ലഡുവൊക്കെ കിട്ടി. അപ്പോൾ ലഡുവൊക്കെ കഴിച്ച് സെറ്റായി നിൽക്കുകയാണ്. ലഡു നിങ്ങൾക്കുണ്ട്, ലഡു ലഡു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഐറ്റം ഉണ്ടെങ്കിൽ പോയി സെലക്ട് ചെയ്തിട്ടെ. ഏതാണോ? പിന്നെ ഇനിയിപ്പം നമ്മളായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പോവുക. അതായത് നമ്മളിവിടെ എന്താ പറയുക, സാധനമൊക്കെ നമ്മൾ ആദ്യമേ കയറി കണ്ടായിരുന്നല്ലോ. അപ്പം കണ്ടു കഴിഞ്ഞത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കയറി ഒന്ന് പർച്ചേസ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാനായിട്ട് പോകാം. അച്ചു ഓൾറെഡി എന്തൊക്കെയോ നോക്കി സെലക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക, എന്നിട്ട് നമ്മൾ മേടിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഇതായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എന്താണ് അച്ചുവിന് വേണ്ടതെന്ന് നോക്കാം, എന്തായിരിക്കും അച്ചു സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം കേട്ടോ. അച്ചുവിന് എന്തോ ഒരു സാധനം മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അച്ചുവിന് വേണ്ടിയിട്ട് ഉള്ള സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് കളക്ഷൻസ് ആണ്. മുമ്പ് നമ്മൾ എടുത്തതുപോലെ അല്ല അല്ലേ, നമ്മൾ മുമ്പ് എടുത്തതുപോലെ ഒരു ബാക്കിയുള്ള സ്റ്റോറുകളിലൊക്കെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളായിരുന്നു. ഇത് യൂസ്ട്രിക്ക് മാത്രമായിട്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബാഗ്സ് ആയാലും എല്ലാം അടിപൊളിയാണ്. ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ന്യൂജൻ ആണെങ്കിലും എന്തായാലും കിഡ്സ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഒരുപാട് കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാം. അത് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇവരുടെ പ്രൈസ് റേഞ്ചാണ് കേട്ടോ. പ്രൈസ് റേഞ്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ പ്രൈസ് റേഞ്ച് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഏറ്റവും ടോപ്പ് റേറ്റ് എന്ന് പറയുന്നത് 999. ടോപ്പ് റേറ്റ് എന്ന് പറയുന്നത് 999 ആണ്. പിന്നെ നിങ്ങൾക്ക് അതിൽ താഴെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ആക്സസറീസ് ഉണ്ട്, ഒരുപാട് ആക്സസറീസ്, എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ആക്സസറീസ് ആണ്. പിന്നെ കിഡ്സിനാണെങ്കിൽ പോലും 1.5 ഫൂട്ട് കിഡ്സിൻ്റെ ഉണ്ടാണോ 1.5 ഫൂട്ട് 6 ഇയേഴ്സ് വരെയുള്ള
ആൺകുട്ടികളുടെ ഉണ്ട്, പെൺകുട്ടികളുടെ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ 7 to 14 ഇയേഴ്സിൻ്റെ ഉണ്ട്. 7 to 14 അങ്ങനെ. സാധാരണ നമ്മൾ പലയിടത്തും പോകുമ്പോൾ കിഡ്സിന് കളക്ഷൻസ് ഭയങ്കര കുറവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡ്സിൻ്റെ കളക്ഷൻസ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ട്. അത് ജെൻസിൻ്റെ ആൺകുട്ടികളുടെ ഉണ്ടായിരുന്നു, പെൺകുട്ടികളുടെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടിലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് കണ്ടോ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 179 ആണ്. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത് തന്നെയാണ്. നമ്മുടെ കിഡ്സിന് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കിഡ്സിൻ്റെ ഡ്രസ്സുകൾ മേടിക്കുന്നവർക്കറിയാം കിഡ്സിൻ്റെ ഡ്രസ്സിന് പൊതുവേ വില കൂടുതലാണ്. അപ്പം കിഡ്സിന് വേണ്ടി ഒരുപാട് പേര് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കിഡ്സിന് വേണ്ടി എടുക്കാൻ പറ്റിയൊരു ഷൂ നമുക്ക് പറയാം. മെറ്റീരിയലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല മെറ്റീരിയലാണ്. നമുക്ക് മെറ്റീരിയലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ ജെൻസിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം. അത് കണക്ക് തന്നെ ബാക്കിയുള്ള കളക്ഷൻസ് ലേഡീസിൻ്റെ ഒക്കെ കാണിച്ചു തരാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണോ ഇഷ്ടപ്പെട്ടെ? ഇഷ്ടപ്പെട്ടത്? വലിയ പ്രൈസ് ഒന്നുമില്ല കേട്ടോ. ഇത് 499 ഉള്ളൂ. ഇത് മേടിക്കുന്നവർക്ക് അറിയായിരിക്കും. യൂസ്റ്റ ബ്രാൻഡാണ്. യൂസ്റ്റ ബ്രാൻഡിങ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. യൂസ്റ്റയുടെ തന്നെ ബ്രാൻഡിങ് ഉണ്ട് കണ്ടോ. യൂസ്റ്റ എന്നുള്ള ബ്രാൻഡിങ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ ആണോ? ഒരെണ്ണം കൂടെ നോക്കണമെന്ന്. അത് സ്വാഭാവികമാണല്ലോ, അറിയാമല്ലോ. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആകുമല്ലോ. പിന്നെ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഹോബീസ്. അപ്പം നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് നമുക്ക് ബില്ല് എടുക്കാം. വാ നമുക്ക്. പിന്നെ ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫ്രണ്ടാണ്. ഈ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്നത് ഇവനാണ്. ഇന്ന് വ്ളോഗ് എടുക്കാൻ ഫുള്ളായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ അവനെ കാണിക്കാതിരിക്കുന്ന മോശമല്ലേ നമുക്ക് ഇത്ര ഹെൽപ്പ് ചെയ്തിട്ട്. അവൻ ഇന്ന് ലീവ് എടുത്തതല്ല, ആക്ച്വലി അവൻ ഇന്ന് ഓഫ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നീ ലീവ് എടുക്കൂടാ, അല്ലെങ്കിൽ അവനെ കിട്ടത്തില്ല. അവൻ വലിയ മുതലാളിയൊക്കെയാണ്. അപ്പോൾ കിട്ടാൻ വലിയ പാടാണ് അവനെ. അതാണ് ഏറ്റവും വലിയ ഇത്. നൈറ്റ് ഡ്രസ്സൊക്കെ എടുക്കാം കേട്ടോ. 499 അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെയാണ്. എല്ലാം വെറൈറ്റി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. എല്ലാം 899 ഒന്നും വലിയ ഓവർ പ്രൈസൊന്നും ഇല്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. 899. നമുക്ക് നമ്മുടെ നോക്കാം. വാ കമോ നടയടാ. ഏതെടുത്താലും ഇതോ? ഇതും കൊള്ളാട്ടോ. അതിനെക്കാട്ടി കുറച്ചുകൂടെ വലുതാണ്. ഇത് വലുതാ. ഇതൊക്കെ വലുതാ. ഇതെല്ലാം വലുതാവുള്ളൂ. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഉദ്ഘാടനമാണ് നിങ്ങൾ കണ്ടത്. അത് സത്യം പറഞ്ഞുണ്ടല്ലോ, ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. ആർക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് ടെൻഷൻ ഉണ്ട്. ഇപ്പോഴും നെഞ്ചടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ആ ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടത്, ഏത് ചെയ്യണം. സത്യത്തിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ എടുത്തു പറയണം കേട്ടോ, ഇവിടെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ വന്നിട്ട് 2 എണ്ണം ഇപ്പം എത്തിയിട്ടുണ്ട്. ഇത് രണ്ടിൽ ഏത് വേണമെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുക. ഇതെങ്ങനെയുണ്ട്? ഇതെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അച്ഛന് ഇത് ഇഷ്ടപ്പെട്ടു. ഓപ്പൺ ചെയ്ത് നോക്കൂ. പക്ഷെ ഇതിനകത്തുള്ള സാധനമൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പക്ഷെ കൊള്ളാം കേട്ടോ. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. ഒരു സൈഡിലൊരു ഇതുണ്ട്, സ്പേസ് ഉണ്ട്. കൊള്ളാം. യൂസ്റ്റ ബ്രാൻഡ് ക്വാളിറ്റിയൊക്കെ കൊള്ളാം കേട്ടോ. ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പിന്നെ എനിക്കത് ഇതും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കൊണ്ടു കിടക്കുന്ന കുറച്ച് റിസ്ക്കാണ്. വൈറ്റ് ആയതുകൊണ്ട് കുറച്ച് റിസ്ക്കി ആയിരിക്കും സംഭവം കൊണ്ടു കിടക്കാൻ അല്ലേ. വൈറ്റ് അല്ലേ? കൊള്ളാം. ഇത് കുറച്ചുകൂടെ സേഫ്. ഇത് ഇഷ്ടപ്പെട്ടു. ഇത് മതിയോ? 299. ഈ ടൈപ്പ് എടുത്താലും കൊള്ളാം കേട്ടോ. നല്ലതാന്ന് കൊണ്ടേ. നേരത്തെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി മോഡലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അതാ ഷൂ ഉണ്ട്. ഇതും കൊള്ളാം അല്ലേ? കൊള്ളാം കേട്ടോ. നല്ല വെറൈറ്റീസാണ്. കൊള്ളാം. ചെരുപ്പുകളൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്.
ചേട്ടാ ഇതൊന്നും ഓപ്പൺ ചെയ്ത ഇത് കൊള്ളാലോ അല്ലേ? ക്യാമറമാനിങ് എത്തിയില്ല. ഇത് ഓപ്പൺ ചെയ്യും. ഇതിനകത്തൊരു പൗച്ച്, പിന്നെ ഇത് നമുക്ക് ഇത് കൊള്ളാം കേട്ടാ. അഡ്ജസ്റ്റ് ചെയ്യുന്നത് 899 ഉള്ളൂ. ഇതൊരു നല്ല രസമുണ്ട്, ഇത് വെറൈറ്റി. അതിനകത്തൊരു പൗച്ചുണ്ട്, കൊള്ളാം. ഇതൊക്കെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി സാധനം ഉണ്ടെന്ന്. കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലേ? ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് മനസ്സിലാക്കണം. കൊള്ളാം. ഇതാണ് ഇഷ്ടപ്പെട്ട. ബില്ല് ചെയ്യണോ? നമുക്ക് സെൽഫ് ബില്ലിങ് ചെയ്യാം. ഇത് കൊള്ളാം, ഇത് വലുതാണ് കുറച്ച്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് മേക്കപ്പ് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം ചുരുക്കത്തിൽ. കൊള്ളാം അല്ലേ? നൈസ് സാധനമല്ലേ? ഏതെടുക്കും? ഇത് വേണോ അത് വേണോ? വേറെ ഉണ്ടോ? ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മളെ സ്റ്റുഡിയോയിലെക്കാട്ടി ആക്സസറീസ് കുറച്ച് അധികം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കുറേ അധികം സാധനങ്ങൾ കിടപ്പുണ്ട്. ചെറുതാ. ഞാൻ പറയട്ടെ, ഇത് 2 എടുത്തല്ലോ. 299 ഒരെണ്ണം കൂടെ എടുക്കും. ബ്ലാക്കാ? ബ്ലാക്ക് ഒന്നേ ഉള്ളൂ. അതല്ല, പ്രായം മതിയോ? 299 കൂടെ വന്ന ഞാൻ ആരായി ഗൈസ്. ഇത് കണ്ടോ? നമുക്ക് ചാർജിങ് സ്റ്റേഷനും ഇവിടെ അവൈലബിൾ ആണ്. അതായത് നമുക്കിപ്പം നമ്മുടെ ചാർജർ വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ചാർജർ ഇവിടെ കിടക്കുന്നുണ്ട്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിന് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. ഐപാഡും ലാപ്ടോപ്പും ഒക്കെ വെക്കാൻ പറ്റിയ സാധനം. കൊള്ളാം കേട്ടോ. 699 പ്രശ്നമില്ല കേട്ടോ. ലാപ്ടോപ്പ് ബാഗ് ഇതാ നോക്കി. അകത്ത് ഇത് സോഫ്റ്റാണ്, സ്ക്രാച്ചൊന്നും വീടായിരിക്കാനുള്ള. കൊള്ളാം. വന്ന് എന്ത് പറ്റി? അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ വന്നിട്ട് ഞാൻ അവസാനം ചുമട്ടുതൊഴിലാളി കഴിക്കും. ആദ്യം പോയി നമുക്കൊരു ബാഗ് എടുത്തിട്ട് വരാം. നമ്മളത് എടുത്തില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇന്നോഗ്രേറ്റ് ചെയ്ത് നേരെ കയറി കഴിഞ്ഞ് പോരുന്നു. നമുക്ക് എന്തെടുക്കണം ഏതെടുക്കണമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ബാഗ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേറെ ഒന്നുമില്ല, നടക്കുക, പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ, നമുക്ക് പഴയ നമ്മുടെ തുണികൾ ഇവിടെ കൊണ്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കൗണ്ടറിൽ കണ്ടോ, ഇതിൽ കൊണ്ട് ഡൊണേറ്റ് ചെയ്താൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട്, 4 സ്റ്റെപ്പായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. കിട്ടും. 1 2 എല്ലാം ബാഗാണ് മേടിച്ചത്. ആക്സസറീസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് സ്റ്റുഡിയോയിൽ കണ്ടതിനെക്കാട്ടി കൂടുതൽ ആക്സസറീസ് തോന്നിയെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇതൊക്കെ കണ്ടോ? അടിപൊളിയല്ലേ? അടിപൊളി ഐറ്റമല്ലേ? ഇത് 199 ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത്. റോസ് ഗോൾഡ് ഫിനിഷിൽ വരുന്ന ഐറ്റമാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. ഇതും 199 ആണ് കേട്ടോ. ഒരുപാട് ഐറ്റം ഉണ്ട്. ഈ മോഡലൊക്കെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മളില്ലേ ജുവലറി പോയിട്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അവിടെ കണ്ടില്ലേ നമ്മൾ 18 ക്യാരറ്റിൻ്റെ അതേ കണക്കൊക്കെ ഡിസൈൻസ് വരുന്നതാണ് കേട്ടോ. സംഭവം കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കിടക്കുന്നുണ്ട്. ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇതല്ലേ മോതിരമല്ലേ? ഇത് 79 രൂപയുള്ളൂ കേട്ടോ. 3 എണ്ണം വരുന്നത്. ഒരു സെറ്റായിട്ടിടുന്നത്, ഇങ്ങനെ സെറ്റായിട്ടിടുന്നത് 3 പീസായിട്ട് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ തന്നെ വേറെ കുറേ കളേഴ്സ് ഉണ്ട്. ഇത് കുറേ സ്റ്റഡ്സ് വരുന്നുണ്ട്, റിങ് എല്ലാം ഉണ്ട്. പല മോഡലും കിടപ്പുണ്ട് കേട്ടോ, പല കളറിലും പല മോഡലിലും കിടപ്പുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 129, അതായത് 129 രൂപ. വലിയ പ്രൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, നല്ല റേറ്റ് കുറവാണ്.
ഞാൻ നേരത്തെ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു, നൈറ്റ് വെയർ ഒക്കെ ഉണ്ട് അത്യാവശ്യം. എന്താ 299 ഉള്ളൂ ഇതിന്, നൈറ്റ് വെയർ ആയിട്ടും വേണമെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ഇടാം കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇത് നമുക്ക് യൂസ്ഡേക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് കേട്ടോ. 399. നമുക്ക് ഷോർട്സും അവൈലബിളാണ്, ഷോർട്സും ഉണ്ട്. സത്യത്തിൽ ഈ സെക്ഷനിൽ ഞാനല്ല പറയേണ്ടത്, ഈ സെക്ഷനിൽ മൊത്തം പറയുന്നത് അച്ചുവായിരിക്കും. ഈ സെക്ഷൻ ഫുള്ള് നൈറ്റ് വെയേഴ്സ് ആണ്. നല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ പ്രൈസ് 499 മാത്രമേ പ്രൈസ് ഉള്ളൂ കേട്ടോ. ഇത് അതിനൊക്കെ തന്നെ സെറ്റായിട്ട് വരിക. ഇത് സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 699 ഉള്ളൂ. 699 അതായത് ഇതിനകത്ത് ഒരു ഷോർട്സും കൂടെ വരുന്നുണ്ട്. കാണാൻ പറ്റുമോ? ഇളക്കാൻ പറ്റത്തില്ല, സോറി. പക്ഷെ സംഭവം കൊള്ളാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, കൊള്ളതില്ലേ? കൊള്ളാം കേട്ടോ. 399 കൊള്ളാം. വെറൈറ്റി ആണ്. ഓക്കെ, 499 ഉള്ളൂ. ഷർട്ട് ലേഡീസിൻ്റെ സെക്ഷൻ. കൊള്ളാമല്ലേ? അടിപൊളിയല്ലേ? ജെൻസിൻ്റെ അല്ല കേട്ടോ, ലേഡീസിൻ്റെ ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കാണിച്ചു തരാമെന്ന്. വെറൈറ്റി എങ്ങനെയുണ്ട്? 499 വെറൈറ്റി അല്ലേ? ഇനിയും ഞാൻ കാണിച്ചു തരാം വെറൈറ്റി. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. 899 വെറൈറ്റി അല്ലേ? ഇനിയും കിടപ്പുണ്ട്, ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട്. ചെറുതൊന്നുമല്ല, ഇഷ്ടം പോലെ വെറൈറ്റി. എല്ലാം ഒരുവിധം എല്ലാം വെറൈറ്റി ഐറ്റംസ് തന്നെ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ഇതിന് മുമ്പ് യൂസ്ഡയുടെ പ്രോഡക്ട്സ് പലയിടത്തും വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ചിലയിടത്ത് കുറച്ച് ഐറ്റംസ്. ആ ഐറ്റംസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം ഒരുപാട് അടിപൊളിയായിട്ട് കളക്ഷൻസ്, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഓപ്പൺ ആയത് ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് ഇത് നമ്മുടെ വീഡിയോ കാണുമ്പോഴായിരിക്കും എല്ലാവരും അറിയുന്ന ഓപ്പൺ ആയെന്ന്. 199 ടീഷർട്ട്. ഇത് 199 ടീഷർട്ടാട്ടോ. വെറുതെ പറയുമല്ലോ, അതാണ് 199. കൊള്ളത്തില്ലേ? ഈ സെക്ഷനിൽ നിന്ന് എന്തെങ്കിലും വേണം? വേണ്ട. ബോക്സ് ക്രോപ്പ് മോഡലാട്ടോ. സാധാരണ ടോപ്പ് മേടിക്കത്തില്ലേ നമ്മൾ, ടോപ്സിനൊക്കെ റേറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇത് 299 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. $299 ഇത്രയും കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് 299. ഇപ്പുറത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വേറൊരു മോഡൽ, അതിൻ്റെ 399 ആട്ടോ. ഇതെല്ലാം 399. ഇതല്ല ഇട്ടേക്കുന്നതല്ല. അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിനും പറ്റിയ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാ ഏജ് ഗ്രൂപ്പിനും പറ്റിയ ഐറ്റംസ് ഉണ്ട്. ഇത് കൊള്ളത്തില്ലേ? ഒരു സാധനം 499. ഇനിയും ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മളൊരാളെ ഇവിടെ ഇറക്കി വിട്ടായിരുന്നു. ആളെ നമ്മൾ ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല. എവിടെ കൂടെ മിസ്സായി പോയതാ. കിട്ടി ലാസ്റ്റ്. അതാ 899. കൊള്ളാം കേട്ടോ. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് കിടക്കുന്നത് അല്ലേ? എല്ലാം വെറൈറ്റി ആയിട്ടുള്ളതല്ലേ? ഒന്നും ഈ പറഞ്ഞ പോലെ ഔട്ട്ഡേറ്റഡ് ആയ മോഡൽസോ അങ്ങനൊന്നും അല്ല. എല്ലാം ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡൽസാണ് കിടക്കുന്നത്. 799 പ്രൈസിങ് ആണ് എടുത്തു പറയേണ്ട കാര്യം അല്ലേ?
ക്വാളിറ്റി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, പ്രൈസും ഉണ്ട്. സത്യം പറഞ്ഞുണ്ടല്ലോ, അച്ചു എന്താ ഒന്നും മിണ്ടാത്തതെന്ന് നിങ്ങളെ വിചാരിക്കും അല്ലേ? അച്ചു നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് എല്ലാവരും വിചാരിക്കും. വാക്കുകൾ കിട്ടുന്നില്ല. സന്തോഷം കൊണ്ട് ടെൻഷനായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനായിട്ട് ലേറ്റ് ആയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുവിൻ്റെ ടെൻഷൻ കാരണം. ടെൻഷൻ കൂടി എങ്ങനെ കൈ വിറയ്ക്കുന്നു, വിയർക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ടെൻഷനായി പോയപ്പോഴത്തേക്ക് അച്ചു ഇറങ്ങാൻ ഒരുപാടങ്ങ് ലേറ്റായി പോയിട്ടോ. എടാ എന്തെങ്കിലും പറ, അവർ പറയൂലേ. നീ എന്താ കൊള്ളാലോ, വെറൈറ്റി കേട്ടോ. ഒരു ടോപ്പും ഇതും കൂടെ വരുന്നത് അല്ലേ, സ്ലീവ്ലെസ്. 899 ഉള്ളൂ. പൈസ ഉണ്ടോ? 899 ഉള്ളൂ. 499. എടാ 499 കൊള്ളാം. 499 കൊള്ളാം. ഇതെവിടെ നിന്ന് എടുത്തേ? പിന്നൊരു ഗുണമെന്ന് വെച്ചാൽ അച്ഛനെ കൊണ്ട് ഇങ്ങനെ വിട്ടുകിടന്നു, അച്ഛൻ പൊക്കോളും. പോയി മൊത്തത്തിൽ നോക്കി കണ്ടുപിടിച്ച് സെറ്റായിട്ട് പോകുന്നുള്ളൂ. ഒരു കോള് വരും. ഇതും 499. കാണിച്ചു, അങ്ങോട്ട് കാണിച്ചു. വേണോ? ഞാൻ ചോദിച്ചാൽ കൊള്ളാം. അപ്പം നമ്മൾ ഇനിയിപ്പം നേരെ പോകുന്നത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ജെൻസിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ജെൻസ് സെക്ഷനിൽ വന്ന് നമുക്ക് അത്യാവശ്യം കളക്ഷൻസൊക്കെ നോക്കാം. നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂ ഇവിടെ നിന്ന് എടുത്തത് നമുക്ക് 499 തൊട്ട് വരുന്നുണ്ട്. റെഗുലർ ഫിറ്റ് 499. ഉണ്ട്. കൊള്ളത്തില്ലേ 499 ഉള്ളൂ. പിന്നെ അതുകൂടാണ്ട് നേരത്തെ കാണിച്ചില്ലേ, നമുക്ക് സ്ലിപ്പേഴ്സ് ഉണ്ട്, ഷൂസ് ഉണ്ട് കേട്ടോ. ഷൂസ് ഇഷ്ടംപോലെ ഉണ്ട്. 999 ഷൂസ് ഉണ്ട്. ഇത് 999 ആണ്. അടുത്ത ഇത് ഒരുപാട് വെറൈറ്റി. ഇതും 399, ഇത് 399, ഇതും 399, 299. വെറൈറ്റി വെറൈറ്റിയാണ്. സത്യം മോഡൽ വെറൈറ്റിയാണ്. പിന്നെ കുറേ ക്യാപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട്. കിഡ്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കിഡ്സിൻ്റെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞില്ലേ. കിഡ്സിൻ്റെ ഇതുണ്ടോ, കിഡ്സിൻ്റെ ഒരുപാടുണ്ട്. ഇതിന് 399 ഉള്ളൂ സെറ്റായിട്ട് വരുന്നത്. 99 ആണ് കേട്ടോ. ഇത് 249, 179. ഇതിന് നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു, 179 ഉള്ളൂ. 399 വെറൈറ്റി ആയിട്ടുള്ള എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? കണ്ടോ, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, എല്ലാ ഐറ്റംസും ഉണ്ട്. ബെൽറ്റ് ഉണ്ട് 299. ഈ ബെൽറ്റിന് 299 ഉള്ളൂ. ബെൽറ്റ് കൊള്ളാം കേട്ടോ, 299. അതിൻ്റെ തന്നെ വേറെ കളേഴ്സ് ഉണ്ട്. അതുകൂടാണ്ട് ഈ ടൈപ്പ് ബെൽറ്റുകളുണ്ട്. ഇതിനും 399. ഇത് 299 വരുന്നുള്ളൂ. പിന്നെ ഇന്നേഴ്സ് ഉണ്ട്. ഇന്നേഴ്സ് വരുന്നതിന് ബണ്ടിൽ പാക്കായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇന്നേഴ്സ് വരുന്നുണ്ട്. കിഡ്സിൻ്റെയൊക്കെ വെറൈറ്റി കളക്ഷൻസ്. കിഡ്സിൻ്റെയൊക്കെ നോക്കി. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 399 ആണ്. ഞാൻ പറഞ്ഞില്ലേ, കിഡ്സിൻ്റെ കളക്ഷൻസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. എങ്ങനെയുണ്ട്? കളർഫുൾ അല്ലേ? എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, 499. പിന്നെ എല്ലാം ബ്ലാക്കാണ് സ്ഥിരം എടുക്കുന്നത്. അതൊരു ഇതാണ് കാര്യം. നമുക്ക് എല്ലായിടവും ബ്ലാക്ക് യൂസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ അല്ലേ? അത് ഒരു ഇതാണ്. പക്ഷെ എനിക്ക് കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടു. ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനുണ്ട് ഗൈസ്. സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് കണ്ടില്ലേ, അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ വരുമല്ലോ. ഏതെടുക്കണം ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ജാക്കറ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ജാക്കറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിന് പ്രൈസ് വരുന്നത് 799 ആണ്. നല്ല ജാക്കറ്റാണ്, കൊള്ളാം. പിന്നെ ഈ ടൈപ്പ് ഉണ്ട്.
സ്വെറ്റ് വെയർസ് അതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഈ മൊത്തത്തിൽ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ ഏതെടുക്കാം? എനിക്കൊരു ബാഗ് ഇഷ്ടപ്പെട്ടു. ബാഗ് എടുത്താലോ? നമുക്ക് ബാഗ് നോക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം ബാഗാണ്. എവിടെ പോയാലും ബാഗാണ് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. അപ്പം നമുക്ക് ആ ബാഗ് പോയി നോക്കാം. ഇതാണ് റെഡ് ഉണ്ട്, ചെറിയ ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഞാൻ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. ഓൾറെഡി ബാഗ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഇപ്പം എൻ്റെ ഒരു ബാഗ് ഉള്ള എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിജം. മറ്റതെല്ലാം പോയി. അപ്പം നമുക്കിനി താഴോട്ട് പോകാം. നമുക്ക് ഇനി വന്നിട്ട് എല്ലാവരും ഇവിടെ വന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെ വന്ന് ക്യൂ നിന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ സെൽഫായിട്ട് ബില്ല് ചെയ്തിട്ട് പോവാം. അവിടെ ക്യൂ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അപ്പം നമ്മളിപ്പം സെൽഫ് ബില്ലിംഗ് കൗണ്ടറിലേക്ക് വന്നിരിക്കുക. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോട്. ക്യൂ നിൽക്കണ്ട. അപ്പം അത് ഇപ്പം അവിടെ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ 3-4 കൗണ്ടർ ഉണ്ട്. അവിടെ ഇപ്പോൾ ആളുണ്ട്. നേരെ ഇവിടെ വരും. മെഷീൻ ഒന്ന് കാണിച്ചു കൊടുത്തത് സിമ്പിളാണ്. മെഷീനിൽ വരിക, ബിഗിൻ കൊടുക്കുക. ബിഗിൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഫോൺ നമ്പർ കാണിക്കുക. ഇങ്ങോട്ട് നിന്നോ, ഫോൺ നമ്പർ കാണിച്ച് തരത്തില്ല. വരില്ലേ? അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, സിമ്പിളാണ്. ആ പ്രോഡക്റ്റ് ഒരെണ്ണം ആഡായി. കണ്ടോ, ഫസ്റ്റ് പ്രോഡക്റ്റ് ആഡായി. ഇനി അടുത്ത പ്രോഡക്റ്റ് അതും ഇത് കണക്ക് തന്നെ സ്കാൻ ചെയ്തു, അതും ആഡായി. അപ്പോൾ നമുക്ക് മുകളിൽ ഇവിടെ കാണിക്കും, നമ്മൾ എടുത്തതിൻ്റെ പ്രൈസ് ഇവിടെ കാണിക്കും. കണ്ടോ, 2 ഐറ്റത്തിൻ്റെ പ്രൈസ് ഇവിടെ കാണിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സെയിം പ്രൈസ് തന്നെയാണോ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എടുത്തു. അതും ഈ പറഞ്ഞ പോലെ സെയിം, അതും ആഡായിട്ടുണ്ട്. അടുത്തൊരു പ്രോഡക്റ്റ് എടുത്തു, അതും ആഡായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ആഡായി കഴിഞ്ഞിട്ട് എൻ്റർ കൊടുക്കുക. നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ, അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം നമുക്കിപ്പോൾ ഈ എടുത്തതിനകത്ത് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിലീറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആവും. നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ എടുത്തത് ഈ ഒരെണ്ണം നമുക്കിപ്പോൾ വേണ്ട. ഇത് 299, അതായത് 299 2 ഇത് 599, 299. ഇപ്പം നമുക്ക് ഇതൊരെണ്ണം വേണ്ട, ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പോയി. വീണ്ടും നമുക്ക് ഇത് കണക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ സെയിം പ്രോസസ്സ് തന്നെ. സ്കാൻ ചെയ്യുന്നു, ആ സാധനം ആഡ് ആയിട്ടുണ്ട്. ഇവിടെ ക്ലോസ് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏത് ബാഗാണ് വേണ്ടതെന്ന് ചോദിക്കും. പേപ്പർ കവർ ഇവിടെ ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ ഉണ്ടായാലും ഒരു മീഡിയം സൈസ് കവർ നമ്മളിവിടെ ആഡ് ചെയ്തെന്ന് വെച്ചു. മീഡിയം സൈസ് മതിയാവും ഇതെല്ലാം കൂടി. സ്മോളിൽ നമുക്ക് പറ്റില്ല. അത് എന്നിട്ട് നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചോദിക്കുന്നത് നമ്മൾ ഏത് പേയ്മെൻ്റാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് UPI ഉണ്ട്, Paytm ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള ഏതാണ് നമ്മൾ ഇതാണ് കൊടുക്കുന്നത്. UPI ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ കണ്ടോ, മെഷീനിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്കാൻ ചെയ്യുന്നു. സിമ്പിളാണ്. സ്കാൻ ചെയ്ത് കഴിയുന്നു. സ്കാൻ ചെയ്ത് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യുന്നു. പേയ്മെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ സെൽഫായിട്ട് നമുക്ക് ബില്ല് ചെയ്തു. സാധനം ബില്ല് ചെയ്തുണ്ടോ, പേയ്മെൻറ്റ് അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് കിട്ടി. നമുക്കിപ്പോൾ ഇതിനകത്ത് നമ്മുടെ മെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലോട്ട് നമുക്ക് ഇൻവോയ്സ് വരും. ഇപ്പോൾ ഇൻവോയ്സ് പ്രിൻ്റാണ് വേണമെങ്കിൽ പ്രിൻ്റ് ഇൻവോയ്സ് കൊടുത്താൽ മതി. മെയിൽ വേണ്ട, വന്നു ബില്ല് നമുക്ക് കിട്ടി. നമ്മൾ എങ്ങനെയാണ് ഇതിന് ഹാപ്പി ആണെന്ന് വെച്ചാൽ ഹാപ്പിയാണ്. കഴിഞ്ഞ പരിപാടി ഇത് നമ്മളിപ്പം ബില്ലിംഗ് ആണ് ചെയ്ത് കഴിഞ്ഞത്. ആക്ച്വൽ പ്രോസസ്സ് നമ്മുടെ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ കൗണ്ടറിൽ വരിക. നമുക്കിത് ഈ ഒരു സേഫ്റ്റി ഈ സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വേണം.
അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്ത് ക്ലിപ്പ് മാത്രം മറ്റേ ആ പറഞ്ഞ സേഫ്റ്റി ഇതില്ലേ, അതായത് ഇത് ഈ സാധനം ഇത് മാത്രം നമുക്ക് ഊരിയിട്ട് ബാഗും കൂടെ കിട്ടും, നമുക്ക് വീട്ടിൽ പോകാം. കമ്മോ തുടങ്ങിയോ? സംഭവം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തു, ഇടാനുള്ള വീഡിയോ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് ഷോർട്ടിലേക്ക് പോകാനുള്ള. ഇപ്പം ഫുഡ് കഴിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹൽ ഫുഡ്സിൽ ഇരുന്ന് ഫുഡ് കഴിക്കാം. ഇവിടുത്തെ ചിക്കൻ ബിരിയാണി സൂപ്പറാണ്. ഇവിടെ പോളത്തോട് തന്നെ നമ്മുടെ യൂസ്റ്റയുടെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക, സിമ്പിൾ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ. സത്യത്തിൽ ഇന്നത്തെ ദിവസം നല്ല ഹാപ്പിയാണ്. അപ്പം ഹാപ്പി ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ബിരിയാണി കഴിക്കുക. ബിരിയാണി കഴിക്കുക. ഹാപ്പി ആയതുകൊണ്ട് നമ്മൾ ബിരിയാണി കഴിച്ചു, അത്രേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ദുശീലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡ് കഴിക്കുക, തിന്നുക. ശരീരത്ത് കാണുമല്ലോ, ഒന്നും പോകില്ല. അങ്ങനെ ഞങ്ങൾ ഇതിലെ വിളിച്ച് കഴിച്ച് തീർക്കാൻ വേണ്ടി സമയം കഴിഞ്ഞു പോയി, അതാണ് പ്രശ്നം. കസ്റ്റമർ ഞാൻ കഷ്ടപ്പെടുക ബിരിയാണി തന്നെ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ ഉദ്ഘാടനം, ഫസ്റ്റ് ഉദ്ഘാടനമായിരുന്നു. അത് ഒരിക്കലും മറക്കില്ല. അവന് ഇത്രയും കാലം ഇവിടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഇത് നിങ്ങൾ ഉദ്ഘാടനം പോലും ഒന്നും കണ്ടിട്ടില്ല. അവര് സാധാരണ ഉദ്ഘാടനം മാത്രമേ കണ്ടിട്ടുള്ളൂ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്നെ കണ്ടില്ലേ? നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ട്. ഞാൻ പറയട്ടെ, എനിക്ക് എങ്ങനെയുള്ള ടെൻഷനാണ്. പരീക്ഷയൊക്കെ എഴുതാൻ പോത്തില്ലേ, ബോർഡ് എക്സാം ഒക്കെ. പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും നമ്മൾ പഠിക്കാതൊക്കെ വരുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് അയ്യോ, അങ്ങനെ ഒരു ടെൻഷൻ. ആ സെയിം ടെൻഷനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നതെന്നല്ലേ? എല്ലാം ഈ ഒരു വീഡിയോക്കകത്ത് കാണും. അതെ. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കണ്ടോ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും എന്താ പറയണ്ട ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മൂവ്മെന്റ്. അതെ അതെ, ഒരു എന്തോ നമ്മുടെ ഇതിനകത്തൊക്കെ പറയത്തില്ലേ, എന്താ സുവർണ നിമിഷങ്ങൾ എന്ന് പറയത്തില്ലേ, അതുപോലൊരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ഒരു സംഭവമാണിത്. എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നലത്തെ ദിവസം ഒരുപാട് വിഷമിച്ച് എന്തോ പറയണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നത് നിങ്ങളാണ്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയാതെ. അതെ, ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളുമില്ല, നിങ്ങളുടെ അടുത്ത് പറയാത്ത ഒരു കാര്യങ്ങളുമില്ല. അപ്പൊ നിങ്ങളാണ് ഈ ഒരു അവസരം കൊണ്ട് തന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടോ. ഞങ്ങളുടെ ലൈഫിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മൂമെന്റ്സ് ഇൻ അവർ ലൈഫ് എന്നാണ് പറയുന്നത്. ഒരിക്കലും മറക്കാത്തൊരു മൂമെന്റ്. ഇവിടുന്ന് റെഡി ആവണം, റെഡി ആയിട്ടില്ല, റെഡി ആയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് വീഡിയോ എടുത്തതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റെഡിയായി ഇറങ്ങി പോയിട്ട് വേണം എന്ത് അതൊക്കെ ഈ വീഡിയോയിലുണ്ട്. ഞങ്ങൾ വേറെ ഒന്നും എടുക്കുന്നില്ല. ഇനി അങ്ങോട്ടുള്ളതെല്ലാം എങ്ങനെ വരുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഒരു പ്രത്യേകിച്ച് എന്താ പറയുക, എങ്ങനെയാണ് എന്തുവാണെന്ന് ഒന്നും ഒരു പിടുത്തമില്ല. എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അപ്പൊ ഇതുവരെ ഞങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പൊ രണ്ടിന്റെ ലിങ്ക് ഞാൻ കൊടുത്തു, രണ്ടിന്റെ ലിങ്ക് അല്ല, ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം.